ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ ഐറ്റമാണ്. ഇതാണ് ഷെഷ്വാൻ ചിക്കൻ. ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വിക്കായിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇത് 3/4 കിലോ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷെഷ്വാൻ സോസ്. ഷെഷ്വാൻ സോസ് കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ്. അത് കഴിഞ്ഞ് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് ചിക്കൻ നന്നായിട്ട് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നമ്മളിതിൽ വറക്കുകയൊന്നും ചെയ്യുന്നില്ല. ഒരു ചൈനീസ് ഫ്ലേവറുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നന്നായിട്ട് ഇത് നമ്മൾ സ്പൂണ് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കുക്കറിൽ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ബാക്കി വെള്ളമൊക്കെ ചിക്കനിന്ന് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇത് സ്റ്റൗവിലേക്ക് വെക്കാം. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരെ നമ്മൾ ചിക്കൻ ഒന്ന് വേവിക്കും. അപ്പോൾ അതിലേക്ക് വേണ്ട ഗ്രേവി ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇത് 1 ടീസ്പൂൺ ഇഞ്ചിയാണ്, നന്നായി ചതച്ച ഇഞ്ചിയാണ്. അത് നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണിത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുകൂടെ ആഡ് ചെയ്ത് സോർട്ട് ചെയ്യാണ്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് ഒരു വലിയ സവോളയാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുകൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളുടെ ബെൽ ബട്ടണും അടിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരുപാട് ആഡ് ചെയ്യേണ്ട, നമ്മൾ ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഈ സമയത്ത് ആഡ് ചെയ്താൽ നമ്മുടെ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി അടുത്തായി നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കം ആണ്. ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളുടെ ചിക്കൻ വിസിലൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഗ്രേവിയിലേക്ക് വേണ്ടി മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്തു. അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ വറ്റൽ മുളകാണ്. 2-3 വറ്റൽ മുളക് കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് സോർട്ട് ചെയ്യുവാണ്. അതിനുശേഷം ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ ഷെഷ്വാൻ സോസാണ്. 1 ടീസ്പൂൺ സോയാ സോസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആഡ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. 1 ടീസ്പൂൺ ചില്ലി സോസ് കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. ഇതൊരു ചെറിയ തക്കാളിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്തത് സെലറിയാണ്. ഇത് സെലറിയുടെ തണ്ടാണ്. ഏകദേശം 1 സെലറിയുടെ തണ്ടാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തത്.
അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സെലറിയുടെ ടേസ്റ്റൊക്കെയാണ് ഇതിനൊരു ചൈനീസ് ഡിഷിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമ്മളുടെ വേവിച്ച് വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഇതിലേക്ക് ആ വെള്ളത്തോട് കൂടെ തന്നെയാണ് ചേർക്കുന്നത്. അപ്പം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതെല്ലാത്തിൻ്റെയും ഫ്ലേവറും കൂടി ചിക്കനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തുറന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പും ബാക്കി എല്ലാ ഫ്ലേവേഴ്സും ബാലൻസ്ഡ് ആണോ നമുക്ക് ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കം ആണ്. ഇത് വലുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ആണ്. 1/2 ക്യാപ്സിക്കം ഉണ്ടാവും. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സെലറിയുടെ ഇലയാണ്. നമ്മൾ നേരത്തെ എടുത്ത സെലറിയുടെ തണ്ടിൻ്റെ ഇലയാണ് ഇത്. അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്തത് സ്പ്രിംഗ് ഓണിയൻ ആണ്. 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയനും കൂടി നമ്മളിപ്പോൾ ആഡ് ചെയ്തു. ഇത് നല്ല ചൈനീസ് ഫ്ലേവറുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തത് ആഡ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് തിക്കായി വരാനായിട്ട് കോൺഫ്ലവർ ആണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതാണ് നമ്മളിപ്പോൾ ഒഴിച്ചത്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഷെഷ്വാൻ സോസിൻ്റെ കുറവ് തോന്നി. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ ഷെഷ്വാൻ സോസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തു. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുകയാണ്. നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചൈനീസ് ഫ്ലേവറിലുള്ള ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണിത്. എല്ലാ ഫ്രണ്ട്സും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മൾ എല്ലോട് കൂടിയുള്ള ചിക്കൻ എടുത്തതുകൊണ്ട് നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവറുള്ള നല്ല അടിപൊളി റെസിപ്പിയാണിത്. നമ്മൾ സെലറി വെച്ചിട്ടും സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ടുമാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം. ബൈ.